ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അയില മുളകിട്ടതാണ്. അപ്പോൾ അതിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ചീരുള്ളി, കറിവേപ്പ്, പിന്നെ നല്ല ഫ്രഷ് അയില, ഒരു 2 വലിയ തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, ഉലുവ, പിന്നെ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചത്. അത് നമുക്ക് ആവശ്യത്തിന് മതി. ചിലവർക്ക് പുളി കൂടുതൽ ഇഷ്ടമാവും, ചിലർക്ക് പുളി ഇഷ്ടാവില്ല. അപ്പോൾ നമുക്ക് വേണ്ടതെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നന്നായി ചൂടായ വെളിച്ചെണ്ണ, അതൊക്കെ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ചീരുള്ളി, ഒരു പച്ചമുളക്, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി. ഇനി അത് നന്നായി ഇളക്കി കൊടുക്കണം. കാരണം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം ഒന്ന് മാറിക്കിട്ടണം. ഈ സമയം നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഏകദേശം ഇത് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി, ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേ അത് വേവത്തുള്ളൂ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി നല്ല വഴണ്ടി വന്നിട്ട് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുളിവെള്ളം ഒഴിക്കുമ്പോൾ അത് മേലെ വന്ന് നിൽക്കും. ഈ ഒരു സമയം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് നമ്മൾ ആ തക്കാളിയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വാട്ടിക്കൊടുക്കും. ഇനി അതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഏകദേശം അത് തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആ മസാലപ്പൊടികൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഈ തക്കാളിയൊക്കെ ഒന്ന് ഒരു അരുവിലേക്ക് ആക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ ഈ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാൻ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളകും പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ മസാല ഒക്കെ ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ആ മസാലയുടെ പച്ചമണക്കം മാറി നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. പുളിവെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ സാധാ
കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം ആ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കയ്യിലുകൊണ്ട് ഇളക്കരുത്, കാരണം നമ്മളെ മീൻ ഉടഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനൊരു സാധനം എല്ലാവരുടെ വീട്ടിലുണ്ടാവും അല്ലേ. അപ്പോൾ ജസ്റ്റ് അതുകൊണ്ടൊന്ന് വെച്ചിട്ടൊന്ന് കറക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചോട്ടെ. അപ്പോൾ ഏകദേശം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മൺചട്ടിയിൽ വെക്കുമ്പോഴേ നമ്മൾ ഓഫാക്കി കഴിഞ്ഞാലും 3-4 മിനിറ്റ് ആ തിള വന്നുകൊണ്ടിരിക്കും. അപ്പം മീൻ നന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആ ഒരു ഏകദേശം നമ്മളൊരു 5 മിനിറ്റ് വേവിച്ചില്ലേ, ആ സമയമാകുമ്പോഴത്തേനും നമുക്ക് തീ ഓഫാക്കാം. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം. ഓക്കെ, ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. പക്ഷേ തീ ഓഫാക്കിയിട്ട് അത് തിളയ്ക്കും, കാരണം 3-4 മിനിറ്റ് ആ മൺചട്ടിയിൽ ആ ചൂട് ഉണ്ടാവും. അപ്പോൾ അത് തിളയ്ക്കും, നമ്മുടെ മീൻ നന്നായിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ മീൻകറി ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.